കാന്തപുരം വരവായി മാനസഭൂമികളിൽ മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികളിൽ സ്നേഹതുഷാരമായി ൂഷരഭൂമുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം ൂഷരഭൂമുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുണ്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടർത്തി മാറ്റിടണം തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകവിൽ സഹജീവി സ്നേഹ സുമംഗ വിളയട്ടെ കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികളിൽ സ്നേഹതുഷാരമായി തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം വെറുപ്പു തീണ്ടിയ ഹൃത്തിൽ ഔഷധം പുരട്ടിടാൻ സേകം തിരുത്തണം നാം വർഗീയ ചിന്തകൾ തുടച്ചു മാറ്റിടണം മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമംഗൾ വിളയട്ടെ കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികളിൽ സ്നേഹതുഷാരമായി. അതായത് ബുദ്ധിയുടെ വളർച്ച എത്രത്തോളം വികസിക്കുന്നുവോ ആ വ്യക്തി മതസിദ്ധാന്തങ്ങളെ അനുകരിക്കുന്നു, അനുരഞ്ജിപ്പിക്കുന്നു, അനുനയനം ചെയ്യുന്നു, അനുസന്ധാനം ചെയ്യുന്നു, അനുവദിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യ മനസ്സിൽ മതത്തിന്റെ പ്രാധാന്യം, മൂല്യം. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മൂല്യം, അതായത് വില കൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ധനം, അതിനാണ് മൂല്യം എന്ന് പറയുന്നത്. അപ്പോ മതത്തിന് വില കൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല. കാരണം അതീവ ശക്തിയാണത്. ഈ ശക്തിയെ വളർത്തിയെടുക്കാൻ മനുഷ്യ മനസ്സുകൾക്ക് മാത്രമേ സാധ്യമാകൂ. ഇന്ന് നമ്മൾ മനുഷ്യ മനസ്സാക്ഷികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മനസ്സിൽ കുടിലതയും പകയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരസ്പരം പോരാടുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമ്മൾ വികൃതമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വികൃതമാക്കപ്പെട്ട ആ മനുഷ്യന്റെ മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുവാനും ഈ പ്രകൃതിയെ തന്നെ സ്നേഹിക്കുവാനും മനുഷ്യ മനസ്സിനെ ഒരുക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ സാഹിബ് ഈ യാത്ര നടത്തുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. സാധാരണ ജനഹൃദയങ്ങളിലേക്ക് ഈ ജീർണതയ്ക്കെതിരായി ശബ്ദിക്കാൻ കേരളത്തിൽ മഹത്തായൊരു പ്രസ്ഥാനമുണ്ട്, മഹത്തായൊരു മനുഷ്യനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഉത്ബോധനം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന യാത്ര അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ തീർച്ചയായും
ഈ മഹത്തായ സന്ദേശം നമ്മുടെ കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യനുമായി സംവദിക്കാൻ വേണ്ടി കഴിയും. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന് പറയുന്ന ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി തന്റെ ജാതി ഏതാണ്, മതമേതാണ്, സമുദായമാണ് ഏതാണ് എന്ന് വെളിവാക്കപ്പെടേണ്ടി വരുന്ന ജീർണമായ ഒരു സംസ്കാരം കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചന്ദനം തൊട്ട് നടക്കുന്ന ഹിന്ദുവും കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനിയും തൊപ്പിയിട്ട ഇസ്ലാമും ഒക്കെ ഒറ്റവേദിയിൽ ഇതാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന യാത്ര ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാനാവില്ല. കേരളത്തിന് മഹത്തായ സംഭാവനകൾ ഈ യാത്ര സമ്മാനിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാത്രയിൽ പങ്കെടുത്ത കാന്തപുരത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ ഇന്ത്യയിലെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും പ്രാണവായുവിന് വേണ്ടി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്വാസം മുട്ടി വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ പല സമയത്തും ഓക്സിജൻ സിലിണ്ടർ തീർന്ന് നമുക്ക് ആവശ്യത്തിന് പല സമയത്തും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ അവസ്ഥ ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. അപ്പൊ എന്റെ സംഘാടകരെ അത് വളരെ ശക്തിയുക്തമായിട്ട് മുന്നോട്ടിറങ്ങി 2 കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു തരാനുള്ള ഫണ്ട് സ്വരൂപിച്ചതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. മാനവികത വളരെ വിശാലമായതാണ്, ഇവിടെ പറയാൻ സമയമില്ല. ഇപ്പോൾ രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന യന്ത്രം നാം ഇവിടെ സംഭാവന ചെയ്തു, ആസ്പത്രിക്ക് കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 വാർഡ് ഞങ്ങൾ നന്നാക്കി കൊടുക്കുകയും അവിടെ പാവപ്പെട്ട രോഗികൾക്ക് വന്ന് കാത്തിരിക്കാനുള്ള ഷെഡ് വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു, ആശുപത്രികളെല്ലാം വൃത്തികേടായി കിടക്കുകയാണ്, ആശുപത്രികളിൽ സാമഗ്രികളില്ല, അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഞങ്ങൾ വഴിയുണ്ടാക്കിത്തരാം. ഒരു ദിവസം കോഴിക്കോട്ട്, ഒരു ദിവസം മലപ്പുറത്ത്, ഒരു ദിവസം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ വരൂ, പൗരപ്രധാനികളെ മുഴുവനും അവിടെ വിളിച്ചു വരുത്തൂ, ഞാനും വരാം. അവർ സ്വമനസ്സാലെ സംഭാവന ചെയ്ത് നിങ്ങൾക്കാവശ്യമായ ആസ്പത്രികളിലുള്ള മുഴുവൻ സാമഗ്രികളും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂട്ടി ഞാൻ തരാമെന്ന് ആരോഗ്യമന്ത്രിയോട് ഞാൻ പറയുകയുണ്ടായി. നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു.